നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു തോട്ട് ഉണ്ട്. ഈ വരുന്ന വർഷം നിങ്ങളുടെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യണം, ഒരു കംപ്ലീറ്റ് അക്കാഡമിക്കലി നിങ്ങൾക്ക് തിരിച്ചു വരണം. 2026 നിങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ വരുമ്പം നിങ്ങൾ ഒരു നല്ലൊരു ജോലി നിങ്ങൾ കിട്ടി, നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പേരൻസിനെ പ്രൗഡാക്കുക, നിങ്ങളെ പ്രൗഡാക്കുക എന്നൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഇനി അതിലൊരു ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേഷൻ ഒരു തിരിച്ചുവരവാണ് നിങ്ങൾക്കിനി വേണ്ടിയത്. സോ അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയമായി. നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ചില ഐഡിയാസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ചില മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ദാറ്റ് ഇത് നിങ്ങളെക്കൊണ്ട് പറ്റും. ഇതിന് മുമ്പും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, പല സമയങ്ങളിൽ ബോർഡ് എക്സാമിൻ്റെ സമയത്ത്, ഡിഗ്രി സമയത്ത് ഒക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. സോ ഇതും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം, നല്ലൊരു കരിയർ വേണം, നിങ്ങൾക്ക് ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരണം, നിങ്ങളുടെ പേരൻസിനെ ഒരുപാട് പേരുടെ മുമ്പിൽ പ്രൗഡാക്കണം എന്നൊക്കെയുള്ള കുറേ ഡിറ്റർമിനേഷനായിട്ടാണ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ടോ നിങ്ങൾ ചിലപ്പം ഇടയ്ക്കൊന്ന് സ്ലോ ഡൗൺ ആയി പോയിട്ടുണ്ടായിരിക്കും. മേ ബി ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഏതെങ്കിലും എക്സാംസ് ശരിയാവാത്തതുകൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്. പക്ഷേ ഇനി നമുക്ക് ഈ ഒരു തിരിച്ചുവരവിനുള്ള സമയമായി. ഇനി നമുക്ക് വെറും കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ എക്സാംസിന് വേണ്ടി ബാക്കിയുള്ളത്. സോ ഒരു കറക്റ്റ് ടൈമാണ് ഈ ഒരു അക്കാഡമിക് തിരിച്ചുവരവിന് വേണ്ടി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഗോൾ എന്ന് പറയുമ്പം ഒരു കംപ്ലീറ്റ് ക്ലിയർ ഗോൾ ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു വലിയ ഗോൾ മാത്രമായിരിക്കില്ല അത്. ഇൻ ബിറ്റ്വീൻ ഡെയിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും വീക്ക്ലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും മന്ത്ലി അച്ചീവ് ചെയ്യേണ്ട ചെറിയ ചെറിയ ഗോൾസ് അടക്കം നിങ്ങൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഗോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു CBI ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആകണം എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഗോളാണ്. പക്ഷേ ഈ ഗോളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടിയ, റീച്ച് ആവേണ്ടിയ, അറ്റൈൻ ചെയ്യേണ്ട ചില ചെറിയ ഗോളുകളുണ്ട്. നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കുക, നിങ്ങൾ ആ സിലബസിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പിക്സ് സെക്ഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കട്ട് ഓഫിനെ ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അത് നിങ്ങളുടെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളാകാം, സെക്ഷണൽ ടെസ്റ്റുകളാകാം, ഫുൾ മോക്ക് ടെസ്റ്റുകളാകാം. ഇതെല്ലാം ചെയ്തു തുടങ്ങുക. ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഗോൾസ്, ഓക്കെ, ഡെയിലി ഗോൾസ്, വീക്ക്ലി ഗോൾസ്, ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. സോ ആദ്യം തന്നെ നിങ്ങളുടെ ഗോൾ എന്താണ് എന്നുള്ളത് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ 100ൽ 100 വാങ്ങും, അല്ലെങ്കിൽ ഞാൻ 30ൽ 30 വാങ്ങും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ മാത്സിൻ്റെ ഏരിയ വരുമ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, 25 വാങ്ങും എന്നുള്ള ഗോൾസ് അല്ല. നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഗോൾസ്. 25ൽ ഞാൻ എത്ര വാങ്ങിച്ചാൽ എനിക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, എനിക്ക് എത്ര വാങ്ങാൻ പറ്റും, 25ൽ 22 കിട്ടിയാൽ എനിക്ക് ഓവറോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം 200 150 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 150 +10 ഓർ +20 നിങ്ങൾ കീപ്പ് ചെയ്ത് 160 നിങ്ങൾക്ക് ആ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് റീച്ച് ആവാൻ ഓരോ സെക്ഷനിലും എത്ര മാർക്സ് വേണം, ഏതൊക്കെ ചാപ്റ്റർ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ കൺസെപ്റ്റാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഏതൊക്കെ ചാപ്റ്റർ എത്രത്തോളം നിങ്ങൾ സമയം കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതൊരു ഗോളായിട്ട്, ഡെയിലി ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ചാപ്റ്റേഴ്സ് തീർക്കുന്നത്, നിങ്ങളുടെ ടോപ്പിക് വൈസിൽ ആ ഒരു ടോപ്പിക് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുന്ന വീക്ക്ലി ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ സെക്ഷൻസ്, ഓരോ സെക്ഷൻസ്, GKയുടെ സെക്ഷൻ, ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ, റീസണിങ്ങിൻ്റെ സെക്ഷൻ, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻ, ഇതെല്ലാം പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ, നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് സ്കോർ, ആ ഒരു സ്കോറിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു മന്ത്ലി ഗോൾസ് സെറ്റ് ചെയ്യുക. 2 മാസം 3 മാസം എന്നുള്ള രീതിയിൽ. ആൻഡ് അൾട്ടിമേറ്റ് നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം, ഈ ഒരു എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ ആ പ്ലാൻ ചെയ്തിരുന്ന കട്ട് ഓഫ് റീച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ എക്സാംസ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയ, അതിൻ്റെ യൂസേജ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് ഒരിക്കൽ ഒരു സമയം ഉണ്ടായിരുന്നു ബേസ് മോഡൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വാട്സപ്പ് മാത്രമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ സമയം. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയം കളയുന്ന. ഇപ്പം നമ്മൾ എന്താ പറയുക, നേരത്തെ പണ്ടൊരു സമയം ഉണ്ടായിരുന്നു 30 മിനിറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ, അല്ലെങ്കിൽ 3/4 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആയാലും അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് നമ്മളത് കണ്ട് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊരു 30 മിനിറ്റിൻ്റെ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ളത്, ഒരുപാട് നോളജ് തരാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണെങ്കിൽ പോലും ആ ഒരു വീഡിയോ 30 മിനിറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നമ്മളൊരു 4-5 വട്ടെങ്കിലും ആലോചിക്കാറുണ്ട്. പക്ഷേ അതേ സ്ഥലത്ത് നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരുന്ന് ഒരു 500ഓളം റീൽസോ ഷോർട്സോ സ്ക്രോൾ ചെയ്യാൻ നമ്മൾ ഒട്ടും ആലോചിക്കാറില്ല. നമ്മൾ അത്രത്തോളം
ഷോർട്സും റീൽസും ഒക്കെ ഒരു ദിവസം നമ്മൾ സ്ക്രോൾ ചെയ്യാറുണ്ട്. ഈ 500 ഷോർട്സ് നമ്മൾ റീൽസ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ചിലപ്പോൾ എത്ര ആയിരിക്കും, ഒരു 100-120 റീൽസ് ആയിരിക്കും നമ്മൾ ശരിക്കും കാണുന്നത്. അതിൽ നമ്മളൊരു 30-40 റീൽസ് ആയിരിക്കും ഒന്നേ കൂടുതൽ തവണ കാണുന്നത്. അതിൽ വളരെ കുറച്ച് ഒരു 2-3 റീൽസ് ആയിരിക്കും നമുക്ക് ചിലപ്പം ഓർമ്മയിൽ നിൽക്കുന്നത്. പക്ഷേ ഇത്രയും സമയം നമ്മൾ അതിൽ കളയാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സമയം, ഇതിൽ നല്ലൊരു സമയം നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, നോളജ് തരുന്ന വീഡിയോസ് കവർ ചെയ്യാൻ വേണ്ടിയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരുന്ന എക്സാമിൻ്റെ സമയത്ത് വളരെയധികം നിങ്ങൾക്ക് എക്സാംസിൽ ക്ലിയർ ചെയ്യാൻ നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അതിന് വേണ്ടി നിങ്ങളുടെ സമയം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജ് എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുക. വരുന്ന കുറച്ച് മാസത്തേക്കെങ്കിലും, നമ്മുടെ എക്സാം തീരുന്നവരെയെങ്കിലും. ആൻഡ് നിങ്ങളുടെ ഇപ്പം ഈ ഡോപ്പമൈൻ എഫക്റ്റ് കൂട്ടുന്ന ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, റീൽസ് ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ഡോപ്പമൈൻ എഫക്റ്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളിലേക്ക്, നിങ്ങളുടെ ചാപ്റ്റർ തീരുന്നതിലേക്ക്, നിങ്ങളുടെ സെക്ഷൻ വൈസ് മാർക്ക് സ്കോർ ചെയ്യുന്നതിലേക്ക്, ഇതിലേക്ക് നിങ്ങളുടെ ഷിഫ്റ്റ് കൊണ്ടുവരാൻ നോക്കുക. സോ ഇനി വരുന്ന അടുത്ത 5 മാസം, ഓക്കെ, ഈ ഒരു മാസം വളരെ ക്രൂഷ്യലാണ്, ഈ ഒരു ടൈം വളരെ ക്രൂഷ്യലാണ്. സോ ആ ഒരു സമയം നിങ്ങളുടെ സോഷ്യൽ മീഡിയയൊക്കെ കൺട്രോൾ ചെയ്ത്, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മാറ്റിവെച്ച്, നിങ്ങളുടെ സമയം കളയുന്ന, അത് ആൾക്കാരായാലും ശരി, എവിടെ നിന്നായാലും ശരി, ആ ഒരു നെഗറ്റീവ് തോട്ട് ടൈം ഒക്കെ കളയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മാറ്റിവെച്ച് അടുത്ത 5 മാസം ഏറ്റവും നല്ലപോലെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇനി വരുന്ന സമയം എന്ന് പറയുന്നത്. സോ അത് ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള സിലബസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ടാർഗറ്റ് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആ ടാർഗറ്റ് എങ്ങനെയൊക്കെ റീച്ച് ചെയ്യാം എന്നുള്ളത് ട്രൈ ചെയ്യുക. പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കുക, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ സ്കോറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന് പല രീതിയിലുള്ള നിങ്ങളുടെ ഷെഡ്യൂൾസ് ഫോർമുലേറ്റ് ചെയ്യുക. അതൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത 5 മാസത്തിനകത്ത് നിങ്ങൾക്ക് വരുന്ന CGLൻ്റെ എക്സാംസ്, നമുക്ക് ഈ ഏപ്രിലിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ, നമ്മുടെ ജൂൺ ജൂലൈയിലാണ് CGL നടക്കാൻ പോകുന്നത്. സോ ആ ഒരു CGLൻ്റെ എക്സാംസ് നിങ്ങൾക്ക് നല്ലപോലെ ക്രാക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ചെറിയ ചെറിയ ട്രിക്സ്, അതുപോലെ തന്നെ എവിടെയൊക്കെ ട്രാപ്പുകളുണ്ടോ, ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ ട്രാപ്പുകളുണ്ട്, എന്തൊക്കെ ട്രിക്സ് ഉണ്ട്, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾ ചെറിയ ചെറിയ ബ്രേക്സ് എടുത്തുകൊണ്ട്, പൊമോഡോറോ ടൈം ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം. ചെറിയ ചെറിയ ബ്രേക്സ് എടുത്ത് നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഫോക്കസ് ചെയ്തുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ട് ഈ വരുന്ന ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് 2026 നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ജോലി, ഇപ്പോൾ CBI, എൻഫോഴ്സ്മെൻറ്റ്, NIA എന്നൊക്കെ പറയുന്ന പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷനിൽ 1 lakhൻ്റെ മേളിൽ ഇനി അടുത്ത 8th പേ കമ്മീഷനൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ സാലറീസ് ഒക്കെ ആ ഒരു റേഞ്ചിലേക്കായിരിക്കും പോകാൻ വന്നത്. സോ അത്രയും നല്ലൊരു സാലറിയിൽ, അത്രയും നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച്, ഈ പറഞ്ഞ എക്സാംസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ താഴെ പോകുന്ന നമ്പേഴ്സിൽ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ച് അറിഞ്ഞ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ഏതൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. താങ്ക് യു.